ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഡിബേറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ഇന്ന് ഈ കേദാരത്തിൽ നമ്മുടെ റാഡിജിയും മിസ്റ്റർ ഷിബു പീഡിയക്കലുമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കുന്നത്. ആ സംവാദത്തിലേക്കായിട്ട് റാണിജിയെയും മാസ്റ്റർ ഷിബു പീഡിയക്കലിനെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ കേൾവിക്കാരായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് റാണിജിയെ ക്ഷണിക്കുന്നു. വളരെ നന്ദി അനിമോൻ. ഞാൻ എൻ്റെ വിഷയാവതരണത്തിലേക്ക് കിടക്കാം. ഒന്ന് 20 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റിന് ഒരു 10 മിനിറ്റ് മുന്നേ ഉണ്ടാവുമ്പോൾ എന്നോട് ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. എങ്ങനെ 10 മിനിറ്റ് മുന്നേ? അതെ അതെ, പകുതി സമയമാകുമ്പോ. ഓക്കെ ഓക്കെ. അതെ. എൻ്റെ സഹസംവാദകൻ ഷിബു പീഡിയക്കൽ, മോഡ്സ്, താഴെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഈ സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സംവാദ വിഷയം യേശുവിനെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. യഹോവ എന്ന ഗോത്രദൈവം തന്നെ ആരാധിക്കാനായി തിരഞ്ഞെടുത്ത തന്റെ പുത്രന്മാരായ ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. യഹോവ എന്ന ഗോത്രദൈവം തന്നെ ആരാധിക്കാനായി തിരഞ്ഞെടുത്ത തന്റെ പുത്രന്മാരായ ഇസ്രായേൽ, അതായത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ 12 സന്തതികളെയും അവരുടെ ലക്ഷക്കണക്കിന് സന്തതികളെയും കാനാൻ ദേശം എന്ന തേനും പാലും ഒഴുകുന്ന അനേക ഗോത്രങ്ങളുടെ ഭൂമിയിലേക്ക് തദ്ദേശീയരൊക്കെ കൊന്ന് അവരുടെ ഭൂമി അധീനപ്പെടുത്തി ഭൂമി മുഴുവൻ യഹോവയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കാനും ഭൂമിയുടെ അതിർത്തികൾ വരെ നീണ്ടു നിൽക്കുന്ന തന്റെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ആദ്യ പടിയായി ബഹുദൈവ വിശ്വാസികളും വിഗ്രഹാരാധികളുമായ കാനാൻ ദേശക്കാരെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കി അവിടെ ഇസ്രായേൽ എന്ന യഹോവയുടെ ദൈവരാജ്യം ഭരണസിരാ കേന്ദ്രം സ്ഥാപിക്കാൻ കൽദായയുടെ ഊർ പട്ടണത്തിൽ നിന്നും പിന്നീട് ഈജിപ്തിൽ നിന്നും നമ്മുടെ ഗോത്രദൈവമായ യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, ആവർത്തന പുസ്തകം 6:4 എന്ന മുദ്രാവാക്യവുമായി ഇസ്രായേൽ എന്ന യഹോവയുടെ വാളേന്ത്യ സൈന്യത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. പിടിച്ചടക്കിയ ശേഷം കാനാൻ ദേശത്തിന് ഇസ്രായേൽ എന്ന പേര് മാറ്റി സ്ഥാപിക്കുന്നു. യഹോവ ഇസ്രായേൽ എന്ന ഗോത്ര സൈന്യത്തെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ജെറേമിയ പറയുന്നു. ശില്പങ്ങൾ വ്യാജമെത്രേ, ജീവശ്വാസം അവയിലില്ല, അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. നീ എന്റെ കയ്യിലെ കൂടമാണ്, അതായത് ഇസ്രായേൽ എന്റെ കയ്യിലെ കൂടമാണ്, എന്റെ ആയുധം. നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും, സാമ്രാജ്യങ്ങളെ തകർക്കും, കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. നിന്നെ കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും. ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഉഴവുകാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെ കൊണ്ട് ഞാൻ നശിപ്പിക്കും എന്നുള്ളതാണ് ജെറേമ്യ 51 അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇതാണ് ഇസ്രായേൽ എന്ന ഗോത്രദൈവത്തിന്റെ മനസ്സിലിരിപ്പ്. അതിനുവേണ്ടി ഇസ്രായേലിനെ ജാതികളുടെ തലവനായി യഹോവ അവരോധിച്ചിരിക്കുന്നു. ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവിൻ എന്ന് ജെറേമ്യ 31:7. എന്നിട്ട് ഇസ്രായേലിന് യഹോവയുടെ അന്യായവും ക്രൂരവുമായ കുറെ വിഡ്ഢി നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും ദത്തവകാശ നിയമങ്ങളും, അതായത് വിജാതിയരെ ദത്തെടുക്കാനുള്ള നിയമങ്ങളും പിതാക്കന്മാരും ക്രിസ്തുക്കളും ഒക്കെ ഇസ്രായേലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ യഹോവ എന്ന ഈ ദൈവം. ഇസ്രായേൽ എന്ന രാജ്യം വാൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷവും വിഭജിക്കപ്പെട്ടും വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടും അന്യാധീനപ്പെട്ടും ഇസ്രായേൽ എന്ന രാജ്യം അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേൽ ജനത എന്ന യഹോവയുടെ സൈന്യത്തിന്റെ ഭരണസിരാകേന്ദ്രമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദരുടെ വിശ്വാസപ്രകാരം അവർക്ക് യഹോവയാൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉടമ്പടിയുണ്ട്. ബഹുദൈവ വിശ്വാസികളില്ലാത്ത, വിഗ്രഹാരാധികളില്ലാത്ത, യഹോവയുടെ നിയമവും ചട്ടവും പാലിക്കുന്ന ഇസ്രായേലിന്റെ ഭരണാധികാരി, അതായത് യഹോവയെയും യഹോവയുടെ പ്രതിപുരുഷനായ ക്രിസ്തുവിനെയും അനുസരിക്കുന്ന ദത്തുമക്കളെ വാർത്തെടുക്കുക എന്നത്.
യഹോവയാണ് ഏകരക്ഷയും ദൈവവും എന്ന സുവിശേഷം ഭൂമി മുഴുവൻ പ്രഘോഷിച്ചും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ആക്രമിച്ചും കീഴ്പ്പെടുത്തിയും ഏത് വിധേനയും ഭൂമി മുഴുവൻ യഹോവയുടെ രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നത്. അങ്ങനെ യഹോവയുടെ രക്ഷയുടെ സുവിശേഷം ഭൂമി മുഴുവൻ പ്രഘോഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ യഹോവയുടെ സന്ദർശന ദിനം അല്ലെങ്കിൽ പ്രതികാര ദിനം, അന്ത്യവിധി നാൾ വരുമെന്നും അന്ന് ബാക്കിയുള്ള അവിശ്വാസികളെ വധിക്കാനും സുവിശേഷം ശ്രവിച്ചിട്ടും യഹോവയെ തള്ളിക്കളഞ്ഞ മൺമറിഞ്ഞു പോയ ആൾക്കാരെ എന്നേക്കും നരകശിക്ഷയ്ക്ക് വിധിക്കാനും അന്ന് ഭൂമി മുഴുവൻ ഇസ്രായേൽ എന്ന ഒരൊറ്റ രാജ്യത്തിന്റെ കീഴിൽ ഭരണാധികാരിയായി യഹോവ എന്നേക്കും സ്വർഗരാജ്യമായ ഇസ്രായേൽ ഭരിക്കും എന്നുമാണ് വിശ്വാസം. ഇനി ക്രിസ്തു എന്നത് വലിയ സംഭവമാണോ എന്ന് നോക്കാം. അല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തു എന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അഭിഷിക്തൻ, രാജാവ്, രക്ഷകൻ, വിമോചകൻ എന്നീ അർത്ഥങ്ങൾ കൊടുക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനത മൊത്തം ക്രിസ്തുക്കളാണ്. കാരണം യഹോവ ഇസ്രായേൽ ജനത്തെ മൊത്തം യഹോവയുടെ അഭിഷിക്തർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ഇത് എല്ലാവരെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഇസ്രായേൽ എന്നുള്ള ആ ഒരു എല്ലാവരെയും. സങ്കീർത്തനങ്ങൾ 105 അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക എന്ന് യെശയ്യാവിന്റെ പുസ്തകം 44 അധ്യായം 1 വാക്യം. യഹോവയുടെ അന്ത്യവിധി നാൾ വരവ് വരെ ഇസ്രായേൽ എന്ന യഹോവയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന ഏതൊരു വ്യക്തിയെയും ക്രിസ്തു എന്ന് വിളിക്കാം. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് യഹൂദ വിശ്വാസം. യോഹന്നാൻ 12:34. അതായത് എന്നേക്കും എന്ന് പറഞ്ഞാൽ മരണമില്ലാതെ അവിടെ വസിക്കുന്നു എന്നുള്ളതല്ല. ക്രിസ്തു വന്നു കഴിഞ്ഞ് അതിനുശേഷം തൊട്ടടുത്ത ക്രിസ്തു, അതിനുശേഷം ഒരു രാജാവ് എന്നും ഇസ്രായേലിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇപ്പോ ഇസ്രായേൽ ഭരണാധികാരിയായിട്ടുള്ള നെതന്യാഹു അടക്കം ഇനി വരാനുള്ള ഭരണാധികാരികളും ക്രിസ്തുക്കൾ തന്നെ. ക്രിസ്തു അഥവാ അഭിഷിക്ത രാജാവ് യഹോവയുടെ വാസസ്ഥലമായ ഇസ്രായേൽ സിംഹാസനത്തിൽ പരമ്പരയായി ഇസ്രായേൽ ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുവല്ലോ. ആ ഭരണാധികാരം ദാവീദിന്റെ സന്തതികൾക്ക് ലവണ ഉടമ്പടി പ്രകാരം യഹോവ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും യഹോവയുടെ സിംഹാസനത്തിൽ അനേകം വിജാതിയർ പോലും ഇസ്രായേൽ ആക്രമിച്ച് ക്രിസ്തുക്കളായിട്ടുണ്ട് എന്നുള്ളതാണ് തമാശ. സൈറസ് അതിനൊരു ഉദാഹരണമാണ്. അതിന് യഹോവ പറയുന്ന ന്യായീകരണം വിചിത്രമാണ്. ഇസ്രായേൽ യഹോവയുടെ അവിശ്വസ്തത കാണിച്ചതിനാലാണ് വിജാതിയർക്ക് ഭരണം കൊടുത്തത് എന്നാണ് യഹോവ പറയുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്വയം അവരോധിത ദൈവങ്ങളായ യഹൂദർ അവരുടെ ദൈവമായ യഹോവയുടെ ദത്തുമക്കളായ ക്രിസ്ത്യാനികളെ വിശ്വസിപ്പിച്ചതുപോലെ ഒരു ക്രിസ്തു, യഹൂദരുടെ രാജാവ് വരും. എന്നിട്ട് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്ന് യോഹന്നാൻ 14:2-3 പറയുന്ന ഒരു ക്രിസ്തു സങ്കല്പം അവർക്കില്ല. ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു തട്ടിക്കൂട്ട് കഥ യഹൂദർക്ക് തന്നെ അറിയാത്ത കഥയാണ്. കാരണം യഹൂദരുടെ പിതാവിന്റെ ഭവനം ഇസ്രായേൽ തന്നെയാണ്. അതിന് വേറെ വല്ല സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 76:2. ഉന്നതമായ ആകാശത്തെ പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും അവിടുന്ന് തന്റെ ആലയം നിർമ്മിച്ചു എന്നുള്ളത്, സിയോൻ മലയെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ സ്ഥാപിച്ചു എന്ന് സങ്കീർത്തനങ്ങൾ 78:68-71 വരെയുള്ള വാക്യങ്ങൾ. ഈ കാര്യം യേശുവും പറയുന്നുണ്ട്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ് ലൂക്ക 17:20-21 വാക്യങ്ങൾ പറയുന്നത്. ഇനി മറ്റൊന്ന്, യഹൂദർക്ക് സമ്മതനായ ക്രിസ്തുവാകാൻ ഒരു യഹൂദനായാൽ മതി. കാരണം എല്ലാവരും ദാവീദിന്റെ സന്തതിയും വേരും തന്നെയാണ്. ഗോത്രപിതാവായി ദാവീദിനെ തന്നെയാണ് ഇസ്രായേൽ കാണുന്നത്. പത്രോസിന്റെ പ്രസംഗത്തിൽ ഇത് കാണാം. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ദാവീദിന്റെ സന്തതികൾ തന്നെ. ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ എന്നാണ് പത്രോസ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:29 പറയുന്നത്. ഇനി ഇന്നത്തെ എന്റെ സംവാദ വിഷയത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ ക്രിസ്തുവായി ചിത്രീകരിക്കപ്പെട്ട യേശുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പഴയ നിയമ പുസ്തകത്തിൽ 100 കണക്കിന് പ്രവചനങ്ങൾ ഉണ്ട് എന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ പിടിക്കുന്നവർ പറയുന്നത്. യേശുവിന്റെ വാക്യം തന്നെ നോക്കൂ. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ലൂക്ക 24:44 വാക്യം. എന്നാൽ പഴയ നിയമ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് ഒരു പ്രവചനവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പഴയ നിയമത്തിൽ നിന്ന് അനേകം വാക്യങ്ങളും വരികളും അടർത്തി മാറ്റിയെടുത്ത് 4 സുവിശേഷകരും പുതിയ നിയമത്തിൽ എഴുതി പിടിപ്പിച്ചതായി കാണാം.
ഇവയെല്ലാം ഒന്നുകിൽ സന്ദർഭത്തിൽ നിന്ന് പുറത്തെടുത്തതും യേശുവുമായി യാതൊരു ബന്ധവുമില്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ യേശുവിനെ പ്രത്യേകമായി പരാമർശിക്കുന്ന വാക്യങ്ങളോ പ്രവചനങ്ങളോ ഒന്നും തന്നെയല്ല എന്ന് കൃത്യമായി ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദർ ഉണ്ടാക്കിയ കഥയിലെ അത്തരം വാക്യങ്ങൾ നമുക്ക് എടുത്ത് പരിശോധിക്കാം. ആദ്യമായി വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന യേശുവിൽ പൂർത്തിയായി എന്ന് എഴുതി വെച്ച ഒരു പ്രവചനം നോക്കാം. മത്തായി 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം ഞാനൊന്ന് വിവരിക്കാം. ജ്ഞാനികൾ യേശു ജനിച്ചതറിഞ്ഞ് കാണാൻ വരുന്നു. യഹോവയുടെ ദൂതന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ രാത്രി തന്നെ ജോസഫ് കുട്ടിയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുന്നു. അവർ ഹെറോദോസിന്റെ മരണം വരെ അവിടെ വസിക്കുന്നു. ഇങ്ങനെ ജോസഫ് യേശുവിനെ കൂട്ടിപ്പോയിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ, അതായത് യേശുവിനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് സംഭവിച്ചതെന്നാണ് മത്തായി 2-ന്റെ 14-15 വാക്യങ്ങൾ പറയുന്നത്. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. മത്തായി 2:14-15 വാക്യങ്ങൾ. ഈ വാക്യം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോശേയയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം തന്നെയാണ് കാണുന്നത്. അവിടെ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്നാണ് ഹോശേയ 11:1 പറയുന്നത്. വളരെ വ്യക്തമായി ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾക്ക് ഒന്നിച്ച് വായിക്കുമ്പോൾ തന്നെ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇസ്രായേൽ എന്ന തന്റെ മകനെ കുറിച്ചാണ് യഹോവ സംസാരിക്കുന്നത്. റാണിജി 10 മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇസ്രായേൽ എന്ന തന്റെ മകനെ കുറിച്ചാണ് യഹോവ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിനെ കുറിച്ച് പറയുന്നതല്ല എന്ന് ആ വാക്യം മുഴുവൻ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റെല്ലാ യേശു പ്രവചനങ്ങളെ പോലെ മത്തായി സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയെടുത്ത ഒരു വരിയാണ്. അതായത് ഒരു വാക്യത്തിൽ നിന്നും ഒരു വരി അടർത്തി മാറ്റിയിട്ടാണ് യേശുവിനെ ഈജിപ്തിൽ നിന്നും വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈ ഈജിപ്ത് എന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന തന്റെ പുത്രനെയാണ് അവിടെ വിളിച്ചിരിക്കുന്നതെന്നാണ് ഹോശേയ 11:1 വാക്യം പറയുന്നത്. അല്ല എങ്കിൽ ഷിബു പീഡിയക്ക് ആ ഒരു കാര്യം, അതായത് ഈ വാക്യം എവിടെയാണ് യേശുവിനെയാണ് വിളിക്കുന്നത് എന്നുള്ള ഈ വാക്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. യഹോവ ഇസ്രായേൽ ജനത്തെ മുഴുവൻ തന്റെ പുത്രൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കർത്താവ് പറയുന്നു, ഇസ്രായേലിന്റെ പുത്രനാണ് എന്റെ ആദിജാതൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക എന്ന് പുറപ്പാട് 4:22-23 വാക്യങ്ങൾ. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്നതെല്ലാം മുഴുവൻ വാക്യം എന്ന് പറഞ്ഞല്ലോ. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്നതാണ് മുഴുവൻ വാക്യം. ഇവിടെ ഒരു വാക്യത്തിലെ 2 വരികളിൽ നിന്നും ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്ന ഒരു വരി മാത്രം സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി യേശുവിൽ പ്രവചനം പൂർത്തിയായി എന്ന് മത്തായി കൃത്രിമം കാണിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രവചനം, മത്തായി 27:7-10 വരെയുള്ള വാക്യങ്ങൾ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, ഏറ്റവും പരിചിതമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. യൂദാസ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു എന്നതാണ് സന്ദർഭം. ആ 30 വെള്ളിക്കാശ് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല എന്നും പറഞ്ഞ് പുരോഹിതർ വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകനായ ജെറേമിയ, നോക്കൂ ഇവിടെ കൃത്യമായി പ്രവാചകന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. പ്രവാചകനായ ജെറേമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിനായി കൊടുത്തു എന്നുള്ള ഈ വാക്യം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 27, ഒന്നുകൂടി പറയാം, മത്തായി 27:7-10 വരെയുള്ള വാക്യം. എന്നാൽ ഇങ്ങനെ ഒരു വാക്യം യേശു പ്രവചനമായി നമുക്ക് ജെറേമിയ പുസ്തകത്തിലോ മറ്റു പ്രവാചക പുസ്തകങ്ങളിലോ കാണാനേ സാധിക്കുന്നില്ല. രണ്ടാമത്തെ എന്റെ ചോദ്യം, ഈ വാക്യം ജെറേമിയ പുസ്തകത്തിൽ താങ്കൾ എനിക്ക് കാണിച്ചു തരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെയോ ഇനി അടുത്തതായി ഞാൻ ഒരു 3 ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ജെറേമിയയിൽ 30 വെള്ളിക്കാശ് കുശവന്റെ പറമ്പിന് അല്ലെങ്കിൽ കുശവനായ യഹോവയ്ക്ക്, കുശവൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ പറയും ഈ യഹോവ എന്ന് പറയുന്നത് കുശവനാണ്, ഓക്കെ, ഞാൻ അത് സമ്മതിച്ചു. പക്ഷെ ഈ യഹോവയ്ക്ക്, കുശവനായ യഹോവയ്ക്ക് കൊടുത്തു എന്നുള്ളത് താങ്കളോട് ഞാൻ കാണിച്ചു തരാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി, യേശു നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന്, യേശു പ്രത്യേകിച്ച് നോക്കുക, പേര് തന്നെയാണ്. യേശു നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവർത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു.
മത്തായി 2:23. ഇത് ഏത് പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് വാക്യത്തിൽ, ഏത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൂടെ താങ്കൾ പറയുക. ഇനി യേശു എന്ന പേരിൽ ഒരു ക്രിസ്തു വരാൻ പോകുന്നു എന്ന് ഏത് പ്രവചനമാണ് ഉള്ളത്? യേശു എന്ന പേരിൽ ഒരു ക്രിസ്തു വരാൻ പോകുന്നു എന്നുള്ളതിന് ഏത് പ്രവചനമാണ് ഉള്ളത് എന്നുള്ളത് കൂടെ എൻ്റെ ഒരു ചോദ്യമാണ്. ഇനി അടുത്തതായി യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന ഒരു പ്രവചനം നോക്കാം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ എല്ലാ ഇസ്രായേൽക്കാരുടെയും വിശ്വാസം അവർ മരിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. ബൈബിൾ അങ്ങനെ പറയുന്നു. നോക്കൂ, എവിടെയാണ് ആ റെഫറൻസ് കിടക്കുന്നത്? ഹോശേയ 2:6 വാക്യം. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും, 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും, നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. നോക്കൂ, ഇവിടെ നമുക്ക് ജീവൻ തിരിച്ചു തരും, 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും എന്നുള്ളത് പ്ലൂറൽ ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നെ എന്നുള്ള ഒരു കാര്യമേ അല്ല. എന്നെ ആയിരുന്നെങ്കിൽ അത് നമ്മൾക്ക് ചിന്തിച്ച് നോക്കാമായിരുന്നു. അല്ല, ഇവിടെ കൃത്യമായി നമുക്ക് ജീവൻ തിരിച്ചു തരും, നമ്മെ ഉയർപ്പിക്കും, നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ എന്നുള്ളതാണ്. അതായത് പലരുടെയും യഹൂദർക്കിടയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശ്വാസധാര തന്നെയാണ് അവർ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു കാര്യം. ഇവിടെ യേശുവിനെ മാത്രമല്ല, മൊത്തം ഇസ്രായേലിനെയാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മൊത്തത്തിൽ പുത്രന്മാരും ദൈവങ്ങളും ദൈവപുത്രന്മാരും എന്തൊക്കെയാണോ നമ്മൾ യേശുവിൽ ആരോപിക്കുന്നത് അതൊക്കെയും ഈ ഇസ്രായേൽ ജനങ്ങളിലും ആരോപിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നോക്കൂ, ഇസ്രായേൽ മൊത്തത്തിൽ പുത്രന്മാരും ദൈവങ്ങളും ദൈവപുത്രന്മാരും ദാവീദിന്റെ സന്തതികളും മനുഷ്യപുത്രരും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നവരും വചനവും ഒക്കെയാണ്. അത്യുന്നതന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പരിശുദ്ധൻ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, അഭിഷിക്തർ, ഇമ്മാനുവേൽ, ഈ കാര്യങ്ങളും ഒക്കെയാണ്. അതായത് യേശു മാത്രമല്ല, ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാര്യം. ദൈവം നമ്മോട് കൂടെ എന്ന് മാത്രമാണ് അതിനർത്ഥം. ആരുടെ കൂടെയാണ് ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? അത് ഇസ്രായേൽ ജനതയോടാണെന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവർ വിളിച്ചു. ദൈവങ്ങൾ എന്നുള്ളതിന്റെ, അതായത് ഇസ്രായേൽ ജനത മൊത്തത്തിൽ ദൈവങ്ങളാണ് എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ യോഹന്നാന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 30-36 വാക്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെയോ സങ്കീർത്തനങ്ങൾ 82-6 വാക്യം, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ് എന്നാണ് ദാവീദ് പറയുന്നത്. നോക്കൂ, അപ്പൊ അത്യുന്നതന്റെ മക്കൾ കൂടെയാണ്, ദൈവങ്ങൾ കൂടെയാണ് ഇസ്രായേൽ ജനതകൾ മൊത്തം. പിന്നെയോ ഞാൻ നിന്നോട് കൂടെയാണ് എന്നുള്ളത്, സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇത് യഹോവയെ കുറിച്ച് അവരുടെ നിലപാടാണ്. ഇസ്രായേൽ ജനത, അതായത് ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത് ഇസ്രായേലിനോടാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്നത്, ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നത് ഇസ്രായേൽ കൂടെ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇതേ രീതിയിൽ യേശുവിൽ മാത്രമായി പുതിയ നിയമ പുസ്തകത്തിൽ ഈ 4 സുവിശേഷകരും കൂടെ യേശുവിൽ മാത്രമായിട്ടാണ് ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ, ദൈവത്തിന്റെ പരിശുദ്ധൻ, അതുപോലെ മകൻ എന്നുള്ള രീതിയിൽ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് യേശുവിൽ മാത്രമാണ് ഈ ആരോപിക്കപ്പെടുന്നത്. അവിടെയുള്ള യഹൂദർക്കൊന്നും ഈ കാര്യങ്ങൾ, ഈ ഈ വിളിപ്പേരുകൾ അവിടെ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളൊരു തരത്തിലാണ് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ഈ ബൈബിൾ പുസ്തകം, പുതിയ നിയമ പുസ്തകത്തിൽ ഇവര് കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ യേശുവിനെ വിളിക്കപ്പെടുന്ന എല്ലാ വിളിപ്പേരുകളും, ഇപ്പോൾ പോലും ജീവിച്ചിരിക്കുന്ന, ഇനി വരാൻ പോകുന്ന, ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ ഇസ്രായേൽ ജനതയ്ക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും മറിമായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ ഇത്രയും മാത്രമാണ് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് നമുക്ക് വിശദീകരിച്ച് മറ്റുള്ള പ്രവചനങ്ങളിലേക്ക് കൂടെ പോകാമെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ സമയം ഏകദേശം കഴിയുന്നു എന്ന് തോന്നുന്നു. അനിമോൻ, താങ്കൾ പറഞ്ഞാൽ എത്രയായി എന്ന് പറഞ്ഞാ ഓക്കെ. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, ആ 2 മിനിറ്റ് പിന്നീട് എനിക്ക് തന്നാ മതിയാവും. മതി.
ഓക്കെ. ഷിബിച്ചായ ഇവിടെ ഉണ്ടോ? ഷിബിച്ചായനെ വിഷയം അവതരിപ്പിക്കുന്നതിലേക്ക് ക്ഷണിക്കും. ഷിബിച്ചായ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ഷിബിച്ചായ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. മൈക്ക് മ്യൂട്ടാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ റാണിജി? ഓ, വളരെ ക്ലിയർ ആണല്ലോ. താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കാം. ഓക്കെ 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 ഓക്കെ. ഷിബിച്ചായ ഓക്കെ ഓക്കെ. അത് എന്നാന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് എന്റെ ഫോൺ ഹാങ് ആയി പോയത്. ഓക്കെ, ഏത് ബട്ടണെ തൊട്ടാലും അനങ്ങാതെ വന്നേ. ഓക്കെ. ഷിബിച്ചായൻ വിഷയം അവതരിപ്പിച്ചോളൂ. സമയം പറയാൻ വേണ്ടി പലരും വിളിച്ചാ. ഓക്കെ ഓക്കെ ഓക്കെ, ഷിബിച്ചായൻ പറഞ്ഞോളൂ, വിഷയം അവതരിപ്പിച്ചോളൂ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ സംബന്ധിച്ച് എതിരാളികളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡിബേറ്റിന്റെ മുഖ്യ ഉദ്ദേശം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ തലമുറകളിലും പല ആളുകളും ഉയർത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 സഹസ്രാബ്ദമായി ക്രിസ്തുവിന്റെ സന്ദേശം വളരെ വ്യക്തതയോടെ തെളിമയോടെ അചഞ്ചലമായി നിലനിൽക്കുകയാണ്. ഈ തലമുറയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് പ്രതിവാദം പറയേണ്ടത് തിരുവെഴുത്തിലൂടെ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ നമുക്ക് നൽകിയിട്ടുള്ള നിയോഗമാണ്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉന്നയിക്കുന്നവർക്ക് ഭയഭക്തി പൂണ്ട് മറുപടി കൊടുക്കണം എന്നുള്ളത് നമുക്കുള്ള ഒന്നാമത്തെ പാത്രിയർക്കീസിന്റെ ആജ്ഞയായതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ തുനിയുന്നത്. പല ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ പറയുന്നത്. അവരെ സംബന്ധിച്ച് തീരെ വിവരമില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇത് ഒന്നാമത്തെ പാത്രിയർക്കീസിന്റെ കൽപ്പനയാണ്. അത് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. നമുക്ക് പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇതിന് തുനിയുന്നതെന്ന് ആ പണ്ഡിത ശിരോമണികളായ ആളുകളെ ആദ്യം ഉത്ബോധിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം വളരെ നിസ്തുല്യമായ ജനനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലൈഫ് സോ എക്സെപ്ഷണൽ, ഇറ്റ് വാസ് സോ യുണീക്ക്. അപ്പൊ ആ യുണീക്കായ ജീവിതത്തെ കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവചനങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പം ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഓൾഡ് ടെസ്റ്റമെന്റിലെ പൂർത്തീകരണം എന്നുള്ളത് പറയുമ്പോൾ പലപ്പോഴും ഇത് പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രം പരിമിതപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. പൂർത്തിയാവുക, ഗ്രീക്ക് ഭാഷയിലെ പ്ലെറു എന്ന പദമാണ്. പ്ലെറോമ എന്ന പൂർണ്ണത. ഈ പ്ലെറോമ എന്നതിന് കേവലം പ്രവചനം നിവൃത്തിയായി എന്നതിനേക്കാൾ വിപുലവും വിശാലവുമായ അർത്ഥതലങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് കേവലം ഒരു പ്രഡിക്ഷൻ, അത് നടന്നു എന്നൊരർത്ഥത്തിലല്ല പ്ലെറോമ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നതായി പുതിയ നിയമ വിശ്വാസികൾ കാണുകയാണ്. അത് കേവലം, വീണ്ടും ഞാൻ പറയുന്നു, കേവലം ഒരു പ്രഡിക്ഷന്റെ ലെവലിൽ മാത്രമല്ല അതിനെ കാണുന്നത്. എന്നാൽ അതിനകത്ത് പ്രഡിക്ഷനും ഉൾപ്പെടുന്നുണ്ട്. മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ, പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കേവലം പ്രവചനം മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്
എമ്മൗസിലേക്കുള്ള യാത്രാമധ്യേ തന്റെ ശിഷ്യരോട് യേശു കർത്താവ് പറയുന്നു, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവർത്തീകരിക്കുവാൻ, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും പൂർത്തീകരിക്കേണ്ടതിനായി. അപ്പൊ മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. പഴയ നിയമത്തിന്റെയും ഒരു ഫലമാണ് ക്രിസ്തുവിൽ നമ്മൾ വെളിപ്പെട്ട് കാണുന്നത്. അത് നമ്മൾ അതിന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും ക്രിസ്തുവിൽ നമുക്കതിനെ കാണുവാൻ കഴിയും. ഇതാണ് കേവല പ്രവചനമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ ടൈപ്പുകൾ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിളിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രം ആയിട്ട് രൂപപ്പെടുകയാണ്. ഈജിപ്തിൽ നിന്ന് തന്നെ യേശു കർത്താവിനെ വിളിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ ജീവിതത്തിന്റെ ആരംഭത്തെ നമ്മൾ കാണുകയാണ്. ഇത് പാരലൽസ് ആണ്. ഈജിപ്തിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചു എന്ന് ഹോശയാവ് പറയുന്നത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവചനം അനുസരിച്ച് ഇത് സംഭവിച്ചു എന്നല്ല അർത്ഥം. അതിനെ ഇവിടെ നിഴലായിട്ടാണ് കാണുന്നത്. ആ നിഴൽ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ പ്രവചനം പൂർത്തീകരിച്ചു എന്നുള്ള പരിമിതമായ ധാരണ മാത്രം വെക്കുന്നവർക്ക് ഇതേക്കുറിച്ച് യഥാർത്ഥ ബോധ്യം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥതലമാണ് ഉള്ളത്. യേശുക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു തിരിഞ്ഞതിന്റെ ഒരു പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് പ്രവചനമാണെന്ന് വെച്ചാൽ പ്രവചനമല്ല, അത് പാരലലാണ്. ഇസ്രായേൽ എങ്ങനെ രൂപീകരിക്കപ്പെട്ടോ, ഇസ്രായേൽ എങ്ങനെ എന്തായി തീരാൻ ആഗ്രഹിച്ചിട്ട് അതാകാതെ വന്നോ, അതൊക്കെ ക്രിസ്തുവിലായി എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേൽ എവിടെയെല്ലാം പരാജയപ്പെട്ടോ ആ പരാജയങ്ങളെ ക്രിസ്തുവിൽ കാണുന്നില്ല. ക്രിസ്തുവിൽ അവിടെ വിജയം മാത്രമാണ് കാണുന്നത്, അതിജീവനമാണ് കാണുന്നത്. അപ്പൊ ഇതാണ് ഈ പുതിയ നിയമത്തിലെ തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോവാണ്. അപ്പൊ പരിഹാസികളും വിമർശകരും അത്യാവശ്യം ഇതിനെ ക്രൈസ്തവരെങ്ങനെയാണ് കാണുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ പൂർവ്വപിതാക്കന്മാർ ഇതിനെ എങ്ങനെയാണ് കണ്ടത്, സഭാപിതാക്കന്മാർ ഇതിനെ എങ്ങനെയാണ് കണ്ടത്, അപ്പോസ്തോലിക പിതാക്കന്മാർ ഇതിനെ എങ്ങനെയാണ് കണ്ടത്, അപ്പോസ്തലന്മാർ ഇതിനെ എങ്ങനെയാണ് കണ്ടത്, യേശു ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ഇത് കൃത്യമായ ഒരു ധാരണയില്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ വരും. പിന്നെ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായ ആളുകളെ തെറ്റിച്ച് കളയുവാൻ ഇത്തരം വാക്കുകൾ ചിലപ്പോൾ കാരണമായേക്കാം എന്നതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾക്കെതിരെ ജാഗ്രത പുലർത്തുകയും സമയാസമയങ്ങളിൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യേണ്ടത് ഓരോ ക്രൈസ്തവന്റെയും കടമയും ധർമ്മവുമായതുകൊണ്ട് ആണ് ഞാൻ ഇതിനെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇത് അബ്രഹാമിക് ബ്ലെസ്സിങ് ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ള ഇറ്റേണൽ പർപ്പസിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് അന്യാദൃശ്യമായ പാരലൽസ് പഴയ നിയമ സംഭവങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കഷ്ടത, അവന്റെ ക്ലേശം അവൻ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22 എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അത് ദാവീദിന്റെ വ്യക്തിപരമായ ഒരു നിലവിളിയാണ്, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയാണ്. അവർ എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു, അവർ എൻ്റെ വസ്ത്രം പകുത്തെടുത്തു, എൻ്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചു, എൻ്റെ പ്രാണനിത വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെ എനിക്ക് എണ്ണാം. ബുഭുക്ഷയോടെ അലറുന്ന ബാശാൻ കുറ്റന്മാരെ പോലെ അവർ എന്നെ ചുറ്റി വളയുന്നു. നടന്നു പോകുന്നവർ അധരം മലർത്തി തലകുലുക്കി എന്നെ പരിഹസിക്കുന്നു. എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്കയാണ് കുടിക്കാൻ തരുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട്.
അസാധാരണമായ സാമ്യം യേശുക്രിസ്തുവിന്റെ കുരിശിലെ കഷ്ടതയുമായി ചേർത്ത് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അപ്പൊ കുരിശിന് താഴെ നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയെ ഈ സങ്കീർത്തനത്തിലേക്ക് യേശു കർത്താവ് ക്ഷണിക്കുകയാണ്. യേശു കർത്താവ് ആ സങ്കീർത്തനം ചൊല്ലിക്കൊടുക്കുക, തുടങ്ങിക്കൊടുക്കുക, ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് യഹൂദ റബിമാർ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വരി ചൊല്ലിയാൽ താഴെ നിൽക്കുന്ന ജനം ബാക്കി ചൊല്ലും. കുരിശാകുന്ന ലോകത്തിലെ ഏറ്റവും ഉന്നതമായ മദ്ബഹായിൽ, ആ ത്രോണോസിൽ നിന്നുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ മഹാപുരോഹിതൻ സങ്കീർത്തനത്തിന്റെ ഈരടികൾ ഒന്നാമത്തെ അടി ചൊല്ലിക്കൊടുത്തു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു എന്ന്. താഴെ നിൽക്കുന്നവർ സ്വാഭാവികമായും അതിന്റെ ബാക്കി അടികൾ ചൊല്ലാൻ തുടങ്ങി. അവർ ചൊല്ലുമ്പോൾ അവരുടെ കണ്ണുകൾ വികസിച്ചു വന്നു. ഈ സങ്കീർത്തനം ദൃശ്യരൂപമായി മാറുന്നതാണ് അവർ കാണുന്നത്. ഈ സങ്കീർത്തനത്തിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നത് അതൊക്കെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ. അവരുടെ ദാഹത്തിന് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന് ഇവർ ഈ സങ്കീർത്തനം ചൊല്ലി വരുമ്പോൾ അവരുടെ കൺമുമ്പിൽ ഒരു പടയാളി ഒരു സ്പോങ്ങിൽ ചൊറുക്കയുമായിട്ട് കുരിശിലേക്ക് ഉയർത്തി കൊടുക്കും. അവർ എന്റെ വസ്ത്രം പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു എന്ന് കേട്ടപ്പോ അപ്പുറത്ത് റോമൻ പടയാളികളുടെ ഒരു ഗ്രൂപ്പിൽ അട്ടഹാസവും ചിരിയും നോക്കുമ്പോൾ അവർ യേശുവിന്റെ അങ്കി ചീട്ടിട്ടെടുക്കുന്ന കാഴ്ച കണ്ടു. ഇതുപോലെ ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ്. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരാകട്ടെ, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരാകട്ടെ, അവർ ഇതിനെ ഈ രൂപത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അവിടെ ഇരുന്ന് കുറെ ആളുകൾ താ ഇന്നുപോലെ വരാൻ പോണെന്ന് പ്രവചിച്ചു നോക്കിയിരിക്കുകയല്ല. അത് അത്ഭുതകരമായ പാരലൽസായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പ്രവചനങ്ങളെ സംബന്ധിച്ച് പ്രഡിക്ഷൻസ്, അതും അതിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ മോശ പറയുന്നു, എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ഉയർത്തും. അപ്പൊ ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കാത്തിരുന്ന പ്രവാചകൻ. യോശുവ വന്നപ്പോ അവർ യോശുവ എന്നോർത്തു. പിന്നീട് ഓരോരുത്തരും വന്നപ്പോ ഇവരാണെന്ന് ഓർത്തു. മോശ വാസ് എ ഗ്രേറ്റ് ഡെലിവറർ. മഹാനായ വിമോചകനായിട്ടാണ് ഇസ്രായേൽ മോശയെ കണ്ടത്. അവർ മറ്റൊരു വിമോചകനെ പ്രതീക്ഷിച്ചിരുന്നു. റോമൻ ആധിപത്യത്തിന്റെ നുകത്തിൻ കീഴിൽ അവർ ഞെരിഞ്ഞവരുകയാണ്. അതിനു മുമ്പ് ബാബിലോണിന്റെയും അതിനു മുമ്പ് പല രാജാക്കന്മാരുടെയും പീഡനത്തിന് ഇവർ ഇരയായിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്കൊരു രക്ഷകൻ അവതരിച്ചില്ല. സമഗ്രമായ സമ്പൂർണമായ ഒരു രക്ഷ അവർക്കുണ്ടായിട്ടില്ല, ഒരു വിമോചനം അവർക്കുണ്ടായിട്ടില്ല. അത് അസീറിയക്കാരുടെ ആയാലും ബാബിലോൺകാരുടെ ആയാലും ഈജിപ്തുകാരിൽ നിന്ന് മോശ രക്ഷിച്ചതുപോലെ ഒരു രക്ഷ വന്നില്ല. പിന്നീട് ഇതാ ഒടുവിൽ റോമിന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡെലിവറർ, ഒരു രാഷ്ട്രീയ വിമോചകൻ വരും എന്നാണ്. അതാണ് മുസ്ലിങ്ങൾ ആരോപിക്കുന്നത്. മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ മുഹമ്മദാണ്. കാരണം വാളുകൊണ്ടും കുരുക്കുമുഷ്ടി കൊണ്ടും എതിരാളികളെ കീഴടക്കുവാൻ, മരണം കൊണ്ട് മറുപടി കൊടുക്കുവാൻ മുഹമ്മദിനെ കഴിഞ്ഞിട്ടുള്ളൂ. മോശയ്ക്ക് ശേഷം ക്രിസ്തുവിനെ കൊണ്ടൊന്നും സാധിച്ചില്ല. ക്രിസ്തു 2 വാളെടുക്കാൻ പറഞ്ഞെങ്കിലും അത് പിന്നെ ഉറയിലിടാൻ പറഞ്ഞു. അങ്ങനെ ഭീരുത്വത്തിന്റെ ഒരു ആൾരൂപമായിട്ടാണ് ഇസ്ലാം ലോകം യേശുവിനെ അവതരിപ്പിക്കുന്നത്. മോശയെ പോലെയുള്ള അപ്പൊ മോശയെ പോലെയുള്ള പ്രവാചകൻ മുഹമ്മദ് ആണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലാണ്. അപ്പൊ മോശയെ പോലെയുള്ള പ്രവാചകൻ, എന്നെ പോലെ ഒരു പ്രവാചകൻ എന്ന് മോശ പറയുന്നത് ഏത് രൂപത്തിലാണെന്നും അതിനെ ക്രൈസ്തവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഗ്രേറ്റ് ഡെലിവറർ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ ചെങ്കടലിലൂടെ മരുഭൂമിയിൽ എത്തിച്ചു മോശ. അത്രേ മോശയ്ക്ക് പറ്റിയുള്ളൂ. എന്നാൽ നിരാശയുടെയും അസ്തിത്വ പ്രതിസന്ധിയുടെയും നീർക്കുഴികളിൽ നിന്ന്, അന്ധകാര ചുഴികളിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ വിമോചിപ്പിച്ച് യേശുക്രിസ്തുവിനോട് ചേർത്ത് ഇവന്റെ സത്വപ്രതിസന്ധികളെ പരിഹരിച്ച് ക്രിസ്തുവിൽ നീ പൂർണ്ണനാണ്, ക്രിസ്തുവിൽ നീ ജയാളിയാണ് എന്ന ബോധ്യത്തോടെ അവനെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്.
അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ ക്രോസ് ചെയ്തതിനെ ക്രിസ്തീയ സഭയുടെ മാമോദിസായോട് താരതമ്യപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ചെങ്കടലിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, നാമോ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുന്നു. സോ മോശ എങ്ങനെ ഇസ്രായേൽ മക്കളുടെ ഒരു ഡെലിവറായോ, അതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവരുടെ സമ്പൂർണ്ണ വിമോചകനാണ് യേശു എന്നുള്ളതാണ് ആ താരതമ്യം. സമഗ്രവും സമ്പൂർണവും ആയ വിമോചനം ക്രിസ്തുയേശുവിലാണ് എന്നുള്ളതാണ്. ഇതാണ് പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ഹോപ്പ് ബിയോണ്ട് ദ ഗ്രേവ്, കല്ലറയ്ക്കപ്പുറത്തുള്ള ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കും, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. ഇപ്പൊ ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം പാടുന്നത്. ഈ സങ്കീർത്തനം പാടിയിട്ട് അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ല ഒരു അവകാശം തന്നെ. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സാനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ദാവീദിന്റെ ഏറ്റവും വലിയ ഹോപ്പാണിത്. അമരത്വത്തിലേക്കുള്ള അനശ്വരമായ കവാടം തനിക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്ന് പ്രവചനാത്മാവിൽ ദാവീദ് പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷകൾ ആക്ഷരികമായി നിറവേറുന്ന ക്രിസ്തുവിന്റെ ശരീരം ദ്രവത്വം കാണാതെ അത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അസാമാന്യമായ ആ സാദൃശ്യത്തെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ക്രിസ്ത്യൻ തിയോളജി എന്താണ്, ക്രിസ്ത്യാനിറ്റി ഇതിനെ എങ്ങനെയാണ് മറ്റൊരു മതമായിരിക്കുന്ന യഹൂദന്റെ തിരുവെഴുത്തുകളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അസാമാന്യമായ സാദൃശ്യമുള്ള പരാമർശങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ പാരലൽസ് വരുന്നത്. അവന്റെ അസ്ഥികൾ ഒന്നും ഒടിയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനം 34:20 ഒരു നീതിമാന്റെ പ്രതീക്ഷയെ ദാവീദ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ യേശു കർത്താവിന്റെ അസ്ഥികൾ ഒടിക്കുന്നതിന് മുമ്പ് ഒരു പടയാളി കുന്തം കൊണ്ട് അവനെ കുത്തി നോക്കി. സ്വാഭാവികമായും ക്രൂശിക്കപ്പെടുന്നവന്റെ അസ്ഥികൾ ഒടിക്കണം. 2 കള്ളന്മാരുടെയും അസ്ഥി ഒടിച്ചു. എന്നാൽ യേശുവിന്റെ അസ്ഥി ഒടിക്കുന്നതിന് മുമ്പ് ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തിയതിനാൽ യേശുവിന്റെ മരണം ഉറപ്പിച്ചു, അതുകൊണ്ട് അസ്ഥി ഒടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ദാവീദിന്റെ നീതിമാനെ കുറിച്ചുള്ള പ്രത്യാശ സുവിശേഷകൻ ഓർക്കുകയാണ്. ദാവീദ് പറയാണ് നീതിമാന്റെ അസ്ഥി ഒടിയപ്പെടുകയില്ല. അപ്പോൾ ഇദ്ദേഹം ആ ഉദ്ധരണി എടുക്കുകയാണ്, ഇതാ നീതിമാന്റെ അസ്ഥികൾ. താൻ ഈ സുവിശേഷം യഹൂദനാണ് എഴുതുന്നത്. അപ്പൊ നീതിമാനെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ രാജാവായ ദാവീദിന്റെ പ്രഖ്യാപനം ഇതാ ക്രിസ്തുവിലും നിറവേറി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ക്രിസ്തുവിന്റെ അസ്ഥികൾ ഒടിക്കപ്പെടുകയല്ലെന്ന് ഓർത്ത് ദാവീദ് അവിടെ ഇരുന്ന് പ്രവചിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ അനേക പ്രവചനങ്ങൾ ക്രിസ്തുവിൽ നിറവേറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനേക പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ നിറവേറി എന്ന് പറയുമ്പോൾ തന്നെ ഈ പൂർത്തീകരണത്തിന്റെ അർത്ഥം കേവലം പ്രഡിക്ഷന്റെ നിലവാരത്തിൽ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബൈബിളിന്റെ തന്നെ സൗന്ദര്യവും ക്രിസ്തുവിന്റെ മഹത്വവും പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് എന്തർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എസെക്കിയേൽ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും, അവ ഇനി ഇരയായി തീരുകയില്ല, ഞാൻ ആടിനും മധ്യ ന്യായം വിധിക്കും, അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ, അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും, യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊരു പ്രവചനമാണ് എസെക്കിയേൽ പ്രവാചകൻ. അപ്പൊ എസെക്കിയേൽ പ്രവാചകൻ ഈ പ്രവചനം പറയുന്നത് ദാവീദ് രാജാവിന് ശേഷമാണോ ദാവീദ് രാജാവിന് മുൻപാണോ? അപ്പൊ ഇതൊരു പ്രഡിക്ഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ പറയണം. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വരുന്ന യഹൂദന്മാരും യഹൂദ പക്ഷക്കാരും ഈ യഹൂദ മതം എന്ന് പറയുന്നത് ലോകത്ത് നിർമൂലമാക്കപ്പെട്ടു പോയെന്നാണ്. ഈ അടുത്ത കാലത്ത് അത് പുനരുജ്ജീവിപ്പിച്ചു യഹൂദന്മാരാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ വ്യാജമായി അവകാശപ്പെട്ടുകൊണ്ട് ഈ തെരുവെഴുത്തുകളെ ഉദ്ധരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന യഹൂദ മതരോ യഹൂദ മതാനുസാരികളോ ആയവർ ഈ എസെക്കിയേൽ പ്രവചനം ദാവീദിനെ കുറിച്ചുള്ള പ്രവചനമാണോ എന്ന് ആദ്യം പറയണം. ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമല്ല എന്ന് പറയുമ്പോൾ ഇത് ദാവീദിനെ കുറിച്ചുള്ള പ്രവചനമാണോ എന്ന് പറയണം. അങ്ങനെയാണ് പ്രവചനം ആരുടെ ജീവകാലത്തിന് ശേഷമാണോ പ്രവചിക്കുന്നത് എന്നും കൂടെ പറയണം. അപ്പോഴാണ് തിരുവെഴുത്തുകൾ മനസ്സിലാക്കേണ്ട രീതി, തിരുവെഴുത്തുകളുടെ രചനാ ശൈലിയും സമ്പ്രദായവും എന്താണ്,
അതെങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഞാനിപ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പ്രവചനം എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞത്. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നിന്നെ മേയ്ക്കാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും വളരെ ചെറുതായിരിക്കുന്ന ഈ ബേത്ലഹേം എന്ന് പറയുന്ന അപ്രസക്തമായ സാധാരണമായ ആ ഗ്രാമത്തിൽ ജനത്തെ നയിക്കുവാനുള്ളവൻ ജനിക്കും എന്ന് മീഖാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി ബെയ്ത്ലഹേമിൽ യേശു കർത്താവ് ജനിച്ചു. അപ്പൊ യേശു കർത്താവ് ബെയ്ത്ലഹേമിൽ ജനിക്കേണ്ട കാര്യമില്ല. പക്ഷെ ബെയ്ത്ലഹേമിൽ അപ്പോൾ അസാധാരണമായ വിധത്തിൽ സെൻസസിന് വേണ്ടിയുള്ള ചക്രവർത്തിയുടെ ആഹ്വാനം വന്നതുകൊണ്ട് ബെയ്ത്ലഹേമിൽ ജനിച്ചു. നോക്കൂ, ഈ പ്രവചനം അല്ലെങ്കിൽ ഈ തിരുവെഴുത്ത് ഇവിടെ ഫുൾഫിൽ ആയിരിക്കുന്നു എന്ന് മത്തായി ശ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുക. ഇങ്ങനെയാണ് പ്രവചനത്തിന്റെ സൗന്ദര്യവും ക്രിസ്തുവിന്റെ മഹത്വവും മനസ്സിലാക്കുന്നത്. ഒടുവിലായി സക്രിയ പ്രവാചകൻ പറയുകയാണ്, സിയോൻ പുത്രിയെ സന്തോഷിക്കുക, നിന്റെ രാജാവ് കഴുതയുടെ പുറത്തും ചെറുകഴുതക്കുട്ടിയുടെ പുറത്തും കയറി നിന്നിലേക്ക് വരുന്നു. ഓശാന നാളിൽ യേശു കർത്താവ് ജെറുസലേമിലേക്ക് വന്നപ്പോ ഇതാ നോക്കൂ, ക്രൂപരഥങ്ങളിൽ എഴുന്നള്ളുന്നവൻ ഗർദഭമേറി ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വന്നു. ഇതാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ക്രിസ്തുവിന്റെ മഹത്വം, തിരുവെഴുത്തുകളുടെ സൗന്ദര്യം. താങ്ക് യു. ഓക്കെ. അങ്ങനെ നമ്മുടെ വിഷയാവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഷിബിച്ച 20 സെക്കൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ റിബട്ടലിലേക്ക് പോവുകയാണ്. ആദ്യത്തെ റിബട്ടല് റാണിജി ആദ്യത്തെ റിബട്ടല് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു.